ഹായ്, മൈസൂർ പ്രദീപ് ഫ്രം ഡോഡില. നമ്മൾ ഓഡിയോ റാമിൽ ഒരു ഹോം തിയേറ്റേഴ്സ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇനീഷ്യലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അക്കോസ്റ്റിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹോം തിയേറ്ററിനെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ആ റൂമിൻ്റെ ഒരു റൂം മോഡ്സും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈക്വലൈസർ വെച്ച് എടുത്ത് അതിനുശേഷം ആ റൂം മോഡ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ അക്കോസ്റ്റിക്സ് പ്ലാൻ ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ സ്പീക്കർ പ്ലേസ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ അക്കോസ്റ്റിക്കിന്റെ വർക്ക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. സോ നിങ്ങളുടെ അക്കോസ്റ്റിക് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ റൂമിൽ നിങ്ങൾ എത്ര വില കൂടിയ സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങളുടെ ഔട്ട് എന്ന് പറയുന്നത് ആ വാല്യൂ ഫോർ മണി ആയിരിക്കില്ല. എല്ലാവരെയും ഒരു സംശയമാണ്, ഏത് സൈസ് റൂം നമ്മൾ ആ ഹോം തിയേറ്ററിന് വേണ്ടി പ്ലാൻ ചെയ്യണം എന്നുള്ളത്. ബേസിക്കലി അതിനൊരു 12x16 റൂമാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള റൂം. നമ്മളെപ്പോഴും ഒരു റെക്ടാങ്കിൾ റൂമാണ് ഒരു ഹോം തിയേറ്ററിന് വേണ്ടി പ്ലാൻ ചെയ്യുക. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ വീഡിയോ പ്ലസ് ഓഡിയോ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രോപ്പർ ഔട്ട്പുട്ട് വരുന്നത്. സോ നമ്മുടെ കാലിബ്രേഷൻസ് പ്രോപ്പറായാൽ മാത്രമേ ഈവൻ ഓഡിയോ ഈവൻ വീഡിയോ രണ്ടും പ്രോപ്പറായാൽ മാത്രമേ ആ ഒരു ഹോം തിയേറ്ററിൽ ഒരു പ്രോപ്പർ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ.